السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. المؤمنين عائشة رضي الله تعالى عنها ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫീഹി ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫീഹി. നമ്മുടെ ഈ ദീനിൻ്റെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒരു കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. ഈ ഒരു ഹദീസ് പല സന്ദർഭങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയവരും ഗ്രഹിച്ചവരും ഒക്കെയാണ്. ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ദീനുൽ ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു ഖായിദ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് എന്നുള്ളത്. പണ്ഡിതന്മാർ ഈ ഹദീസും മറ്റു ചില ഹദീസുകളെയും മുൻനിർത്തിക്കൊണ്ട് ഒരു അമൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകാൻ ചില നിബന്ധനകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. 3 നിബന്ധനകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമൽ സ്വീകാര്യോഗ്യമാകണമെങ്കിൽ അതിലുണ്ടാകേണ്ടത്. അതിൽ ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തൗഹീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരാളിൽ നിന്ന് മാത്രമേ അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിൽ പങ്കുവെച്ച ഏതൊരാളാകട്ടെ, അയാൾ എത്ര വലിയ കർമ്മം ചെയ്താലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലല്ല, സ്വീകാര്യോഗ്യമല്ല. അതുപോലെ തന്നെ ഒരു കർമ്മം സ്വീകാര്യോഗ്യമാകണമെങ്കിൽ മറ്റൊരു കാര്യമാണ് അതിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് അത് ചെയ്യുക എന്നുള്ളത്. 1% പോലും മറ്റൊരാളുടെ തൃപ്തി, മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാൾ കാണാനും മറ്റൊരാൾ കേൾക്കാനോ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല. 100% അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യോഗ്യമാകുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു നിബന്ധനയാണ് ഇത്തിബാ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതേ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും ഒരു അമലിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ അമൽ സ്വീകാര്യോഗ്യമാകുന്നത്. ഒന്നാമതായിട്ട് തൗഹീദ് ഉണ്ടാകണം, അതുപോലെ തന്നെ ഇഖ്ലാസ് ഉണ്ടാകണം, അതുപോലെ തന്നെ ഇത്തിബാ ഉണ്ടാകണം. മുവഹിദല്ലാത്ത ഒരാളിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കൂല. അതുപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത ഒരാളിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കൂല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാതെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല എന്ന്. നമ്മൾ നിത്യോളം ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. ഇപ്പം മുവഹിദുകളാണ്, തൗഹീദ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പരിപൂർണമായ ഇഖ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ കർമ്മങ്ങൾ നമുക്കറിയാം. ഇപ്പം നമ്മുടെ സുബഹി നിസ്കരിച്ചു, എല്ലാവർക്കും ഒരേ പ്രതിഫലമാണോ ലഭിക്കുക? ഒരിക്കലും അല്ല. ഓരോരുത്തരുടെ നിയ്യത്തിനനുസരിച്ചുകൊണ്ട് അവരുടെ പ്രതിഫലങ്ങളിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഇത്തിബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ടാണോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിചയമില്ലാത്ത, സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത മുൻഗാമികളായ ഖുറൂനുൽ മുഫദ്ദല, ആദ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠത കൽപ്പിച്ച, ഷഹാദത്ത് കൊടുത്ത ആ ഒരു ഖൗമിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനമാണോ നമ്മൾ ചെയ്യുന്നത്? ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക? സ്വയം പരിശോധിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ സ്വയം വിലയിരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.